Hi friends, 7th class ഇംഗ്ലീഷിലെ റെസ്റ്റിൽ ഓഫ് വിങ്സ് എന്ന് പറയുന്ന നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസ്റ്റിൽ ഓഫ് വിങ്സ് എന്ന് വെച്ചാൽ ചിറകുകളുടെ മർമ്മരം. ഈ യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതാ നോക്കാം. Have you participated in a school cricket match or a similar sports event? Can you share a memorable moment or experience? ഫസ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ക്രിക്കറ്റ് മാച്ചിൽ, സ്കൂൾ ക്രിക്കറ്റ് മാച്ചിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ് ഇവൻറ്റ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള എന്തിലേലും പങ്കെടുത്തതിൻ്റെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്, നിങ്ങൾക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു നല്ല മൊമെൻറ്റ്, എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഇനി താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, ലെറ്റ് us read. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. രഞ്ജീസ് മാജിക് ബാറ്റ്. സ്റ്റോറിയുടെ പേരെന്താണ്? രഞ്ജിയുടെ മാജിക് ബാറ്റ്, മാന്ത്രിക ബാറ്റ്. രഞ്ജി എന്ന് പറയുന്നത് ആരാണ്? ഈ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറി എന്താന്ന് നോക്കാം. ദി സ്കോർ സ്റ്റുഡ് അറ്റ് 53 for 4 wickets. Another 60 runs had to be made for victory. ഇവിടെ രഞ്ജിയും അവൻ്റെ ടീമും ക്രിക്കറ്റ് കളിക്കുകയാണ്. അവരുടെ സ്കോർ എത്രയായിട്ടുണ്ടെന്നാണ് പറയുന്നത്? 53 റൺസിൽ 4 വിക്കറ്റ് ആയിട്ടാണ് സ്കോർ നിൽക്കുന്നത്. Another 60 runs had to be made for victory. അവർക്ക് വിജയിക്കാനായിട്ട്, വിക്ടറി എന്ന് വെച്ചാൽ വിജയം, വിജയിക്കാനായി ഇനി 60 റൺസും കൂടി നേടണം, എന്നാൽ മാത്രമേ അവർ വിജയിക്കുള്ളൂ. അതാണ് ഇപ്പോൾ കളിയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. Then Ranji was at the crease. ക്രീസിൽ ആരാ ഉള്ളത്? രഞ്ജി ആണല്ലേ. ക്രീസ് എന്ന് വെച്ചാൽ നമ്മൾ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ, ബാറ്റ് ചെയ്യുന്ന ആൾ നിൽക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അല്ലേ, അവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെയാണ് നമ്മൾ ക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാറ്റ് ചെയ്യുന്ന ആൾ ആരാന്നാ പറയുന്നത്? രഞ്ജിയാണ്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദി ബാറ്റിംഗ് ഓർഡർ. ബാറ്റിംഗ് ഓർഡറിൽ ആ ബാറ്റ് ചെയ്യുന്നതിലുള്ള അവസാനത്തെ ബാറ്റ്സ്മാൻ ആണ് ആര്? രഞ്ജി എന്ന് പറയുന്നത്. ദി റെസ്റ്റ് വേർ ബൗളേഴ്സ്. ഇനി ബാക്കിയുള്ളവർ, റെസ്റ്റ് എന്ന് വെച്ചാൽ മിച്ചമുള്ളവർ അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ളവരെല്ലാം തന്നെ എന്താ ബൗളേഴ്സ് ആണ്. ഇനി ബാറ്റ് ചെയ്യാൻ വരാനുള്ളവരൊക്കെ എന്താ നല്ല ബാറ്റ്സ്മാൻ അല്ല അല്ലേ, ബൗളേഴ്സ് ആണ്. നമുക്കറിയാം ഒരു ടീമിൽ എന്താ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ നല്ല ബൗളേഴ്സും ഉണ്ടാവും അല്ലേ, രണ്ടും കൂടി മിക്സ്ഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ രഞ്ജിയുടെ ടീമിൽ ഇനി വരാനുള്ളവരൊക്കെ ബൗളേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ദേ കുഡിന്റ് ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. അതുകൊണ്ട് തന്നെ ഇനി അവർ എന്താ കൂടുതൽ റൺസ് നേടുന്നൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ, പ്രതീക്ഷിക്കാനായിട്ട് പറ്റൂല. ദ ഫേറ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ്റെ ടീമിൻ്റെ ഫേറ്റ്, വിധി നിർണ്ണയിക്കുന്നത് ഇപ്പം ആരാണ്? രഞ്ജിയാണ് അല്ലേ. രഞ്ജിയുടെ കൈകളിലാണ് അവരുടെ ടീമിൻ്റെ വിധി ഇരിക്കുന്നത്. അവർ ജയിക്കോ തോൽക്കോ എന്ന് അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അതിനനുസരിച്ച് ഇരിക്കും അല്ലേ. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. അവൻ്റെ ടീമിന് അവനിൽ വളരെയധികം നല്ല വിശ്വാസമുണ്ട് അല്ലേ. ഫോർ ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. കാരണം എന്താ, അവരിതുവരെ കളിച്ചിട്ടുള്ള ഒരുപാട് മാച്ചുകളിൽ, പല മാച്ചുകളിലും മത്സരങ്ങളിലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് റൺസുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടീമിന് അവനിൽ നല്ല വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ്. രഞ്ജി എന്ത് ചെയ്യാണ്? അവന് ആ ബോളിനെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിലമുറപ്പിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദി ടോൾ ഫാസ്റ്റ് ബൗളർ കെയിം ഡൗൺ ഓൺ ഹിസ് ലോങ് റൺ അപ്പ് ആൻഡ് ഹേൾഡ് ദി ബോൾ അറ്റ് രഞ്ജീസ് സ്റ്റംപ്സ്. നല്ല നീളമുള്ള ഒരു ഫാസ്റ്റ് ബൗളർ, നല്ല ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ഒരുത്തനാണ് ബോൾ എറിയുന്നത് അല്ലേ. അവന് ലോങ് റണ്ണപ്പ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ എന്താ, അങ്ങനെ ദൂരെ നിന്ന് ഓടി വന്നിട്ട് ബോൾ എറിയില്ലേ, അങ്ങനെ എറിയാണ് അല്ലേ. ഓടി വന്നിട്ട് നല്ല ശക്തിയായിട്ട് ആ ബോള് രഞ്ജിയുടെ സ്റ്റെമ്പിന് നേരെ എറിഞ്ഞു. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ് ആൻഡ് പ്ലേ ദി ബോൾ ബാക്ക് ടു ദി ബൗളർ. രഞ്ജി അപ്പോൾ ആ ബോൾ എറിഞ്ഞ ടൈമിൽ അവൻ എന്താ ചെയ്യുന്നത്? ആ ബോളറിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് അടിച്ചു വിടാൻ വേണ്ടിയിട്ട് അവന് ഇങ്ങനെ മുന്നോട്ട്, ലഞ്ച് ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട് കുതിക്കുകയാണ്. ബട്ട് അറ്റ് ദി ലാസ്റ്റ് മൊമെന്റ് ഹി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ് ആൻഡ് സ്റ്റെപ്ഡ് ബാക്ക്.
intending to push the ball through the ring of fielders on the offside. അവസാന നിമിഷം അവൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അവന്റെ തീരുമാനം മാറ്റാണ് അല്ലെ, അവന്റെ മൈൻഡ് ചേഞ്ച് ആക്കുകയാണ്. എന്നിട്ട് അവന് മുന്നോട്ട് കുതിച്ച് അവന് ബാക്കിലേക്ക് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവന് ഓഫ് സൈഡ് എന്ന് വെച്ചാൽ വലത് സൈഡാണ്. വലത് സൈഡിലെ റിംഗ് ഓഫ് ഫീൽഡേഴ്സിന്റെ ഒരു വളയം തന്നെ ഉണ്ടാവൂലേ, നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ ആ ബോൾ പിടിക്കാനായിട്ട് എന്താണ് നമ്മുടെ സൈഡിലായിട്ട് മറ്റേ ടീമിലുള്ള പ്ലെയേഴ്സ് മൊത്തം നിരന്ന് നിൽക്കുന്നുണ്ടാവും. അതിനെയാണ് ഇവിടെ റിംഗ് ഓഫ് ഫീൽഡേഴ്സിൻ്റെ വളയം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ റൈറ്റ് സൈഡിലുള്ള ഫീൽഡേഴ്സിലേക്ക് ബോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അവന് ബാക്കിലേക്ക് തന്നെ നിന്നു. ആ സമയത്ത് ദി ബോൾ swung in the air, shot off the grass and came through sharply to strike Ranji on his pads. ആ ബോൾ എയറിലൂടെ വായുവിലൂടെ കറങ്ങി വന്നിട്ട് അത് എന്താണ് പുല്ലിൽ നിന്നൊക്കെ കുതിച്ച് പൊങ്ങിയിട്ട് കറക്റ്റായിട്ട് ആ രഞ്ജിയുടെ കാലിലുള്ള ആ ഒരു പാഡ് ഉണ്ടാവില്ലേ, ആ പാഡിൽ വന്നിട്ട് തട്ടാണ് ചെയ്തത്. LBW എന്ന് വെച്ചാൽ ലെഗ് ബിഫോർ വിക്കറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റെമ്പിലേക്ക് എറിയുന്ന ബോൾ വന്നിട്ട് ആ ബാറ്റ് ചെയ്യുന്ന ആളുടെ ഈ കാൽമുട്ടിന് താഴെയായിട്ട് വന്ന് തട്ടുകയാണെങ്കിൽ അത് എന്താണ് ഔട്ടാവാനുള്ള ഒരു റൂളാണ് അല്ലേ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബാറ്റ്സ്മാന് ഔട്ടാവും. സോ ഇവിടെ എന്ത് സംഭവിച്ചു, രഞ്ജി ഔട്ടായിട്ടുണ്ട്. രഞ്ജി വാക്ക്ഡ് ബാക്ക് ഡിജക്റ്റഡ് ടു ദി പാവലിയോൺ. രഞ്ജി നിരാശനായിട്ട് അവൻ ആ പാവലിയോണിലേക്ക്, ആ ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ വിശ്രമിക്കുന്ന ആ സ്ഥലത്തേക്ക് അവന് തിരിച്ചുപോയി. ദി അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് ദി ടീം ലോസ്റ്റ് ദി മാച്ച്. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർക്കൊന്നും തന്നെ അവിടെ കൂടുതൽ നേരം ബാറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അവരും വേഗം ഔട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ആ ഒരു മാച്ച് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ആ ഒരു മാച്ചിൽ അവരുടെ ടീം തോറ്റിട്ടുണ്ടായിരുന്നു. On his way back home, Ranji passed Mr. Kumar's sports shop next to the clock tower. ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പിൻ്റെ അടുത്തുകൂടെയാണ് അവന് വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺ. ആ സ്പോർട്സ് ഷോപ്പ് എന്ന് പറയുന്നത് രഞ്ജിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള, അവന് എപ്പോഴും പോവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഒരു ഷോപ്പ്. മിസ്റ്റർ കുമാർ ഹാഡ് ബീൻ എ സ്റ്റേറ്റ് പ്ലെയർ വൺസ്. മിസ്റ്റർ കുമാർ ഒരിക്കൽ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു അല്ലേ, സംസ്ഥാന പ്ലെയറൊക്കെ ആയിരുന്നു. ആൻഡ് ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി ഇൻ എ മാച്ച് എഗെയിൻസ്റ്റ് ടാൻസാനിയയുമായിട്ടുള്ള മാച്ചിൽ അദ്ദേഹം സെഞ്ചുറി ഒക്കെ നേടിയിട്ടുണ്ട്. നോ ഹി വാസ് ടു ഓൾഡ് ഫോർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്. പക്ഷെ ഇപ്പം അദ്ദേഹം ഈ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്രായം കടന്നു പോയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ 2020 പോലെയുള്ള മാച്ചുകളില്ലേ, അങ്ങനെയുള്ളതൊന്നും കളിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് നല്ല ഓൾഡ് ആയിട്ടുണ്ട് അല്ലേ, പ്രായമായിട്ടുണ്ട്. ബട്ട് ഹി ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള യങ് പ്ലെയേഴ്സിനെ, ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരെയൊക്കെ എൻകറേജ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാനായിട്ട് നല്ല ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. He thought Ranji would make a good cricketer as good as Indian famous players. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഈ പ്ലെയേഴ്സിൻ്റെ, കളിക്കാരുടെയൊക്കെ പോലെ നല്ല ഒരു ക്രിക്കറ്ററായി മാറും രഞ്ജി എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. He just loved to stare at Mr. കുമാർസ് ഗുഡ്സ്. കുമാറിൻ്റെ ഷോപ്പിലുള്ള ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ, സാധനങ്ങൾ അല്ലേ, സ്പോർട്സ് ഐറ്റംസ് ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. അതിനെയൊക്കെ വെറുതെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യാനായിട്ട്, നോക്കി നിൽക്കാനായിട്ട് രഞ്ജിക്ക് ഇഷ്ടമായിരുന്നു. എന്തൊക്കെയായിരുന്നു, ക്രിക്കറ്റ് ബാറ്റ്സ് ഉണ്ടാവും, ബോൾസ് ഉണ്ടാവും, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ് ഉണ്ടാകും, അതുപോലെ ഹോക്കി സ്റ്റിക്ക് അല്ലേ, ബാഡ്മിൻ്റൻ്റെ ആ ഷട്ടിൽ, അതുപോലെ ഹോക്കിയുടെ ആ സ്റ്റിക്ക്, ആ വടി, അതൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ. അതൊക്കെ വെറുതെ നോക്കി നിൽക്കാനായിട്ട് രഞ്ജിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ബട്ട് ടുഡേ ഹി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഇൻ. പക്ഷേ ഇന്ന് അവന് കടയിൽ കയറാനായിട്ട് തോന്നുന്നില്ല അല്ലേ. അതെന്താ, ഇന്നവന് ആ മാച്ചിൽ തോറ്റിട്ടാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു സങ്കടത്തിലാണുള്ളത്. രഞ്ജി, വേർ ആർ യു റണ്ണിങ് ഓഫ് ടു? മിസ്റ്റർ കുമാർസ് ജോവിയൽ വോയിസ് സ്റ്റോപ്പ്ഡ് ഹിം. രഞ്ജി, നീ ഇതെവിടേക്കായി ഓടുന്നത് എന്ന് മിസ്റ്റർ കുമാർ ചോദിക്കുന്നുണ്ട് അല്ലേ. മിസ്റ്റർ കുമാർസ് ജോവിയൽ വോയിസ് സ്റ്റോപ്പ്ഡ് ഹിം. മിസ്റ്റർ കുമാറിൻ്റെ ആ ജോവിയൽ വോയിസ്, ജോവിയൽ എന്ന് വെച്ചാൽ എന്താ, സന്തോഷത്തോടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു
ചോദ്യം അവനെ എന്ത് ചെയ്തു? അവിടെ തടഞ്ഞു നിർത്തിയില്ലേ? ഹി വാക്ക്ഡ് സ്ലൗലി ഇൻ ടു ദ ഷോപ്പ്. അവന് പതുക്കെ ആ ഷോപ്പിനകത്തേക്ക് നടന്നുപോയി. വാട്ട് ഈസ് റോങ് വിത്ത് യു? എന്താ നിനക്ക് പറ്റിയത്? യു ലുക്ക് സോ മൂൺഫുൾ. നീ ആകെ മൂൺഫുൾ ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്? ശോകമായിട്ടിരിക്കുക. നീ ആകെ ശോകമായിട്ടിരിക്കുന്നുണ്ടല്ലോ, ആകെ ദുഃഖിച്ചിരിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയതെന്ന് മിസ്റ്റർ കുമാർ അവനോട് ചോദിക്കുകയാണ് അല്ലേ? മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചിയർഫുള്ളി ആസ് യൂഷ്വൽ. എന്നും പതിവ് പോലെ എന്താ? സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് അവനോട് അദ്ദേഹം സംസാരിക്കുന്നത്. നത്തിങ്, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. എന്താണ്? ഒന്നുമില്ല, ഞാൻ ഡക്ക് സ്കോർ ചെയ്തു എന്ന് പറയാണ് അല്ലേ? ഡക്ക് എന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ പറയുന്ന ഒരു വേർഡാണ്. ഡക്ക് എന്ന് പറയുമ്പോൾ സ്കോർ ചെയ്യാതെ ഔട്ടാവുക, അതിനെയാണ് ഡക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവന് സ്കോർ ചെയ്യാതെ ഔട്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പറയാണ്. രഞ്ജി ട്രൈഡ് ടു ചിയർ ഹിംസെൽഫ് അപ്പ്. രഞ്ജി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ സ്വയം ആശ്വസിക്കാനായിട്ട് ട്രൈ ചെയ്യാണ് അല്ലേ? ശ്രമിക്കുകയാണ്. ഹി വെൻറ്റ് ഓൺ ടു ടെൽ മിസ്റ്റർ കുമാർ എബൌട്ട് ദി മാത്സ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ മിസ്റ്റർ കുമാറിനോട് അവൻ എന്താണ്? ആ മാത്സിനെ കുറിച്ചൊക്കെ പറയാണ്. Come on, let me show you something. Mr. Kumar led Ranji to the inner room of the shop when he had finished. അങ്ങനെ അവനെ ആ മാത്സിനെ കുറിച്ച് പറഞ്ഞ് ഫിനിഷ് ചെയ്തു അല്ലേ? മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് രഞ്ജി കുമാറിനോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുമാർ എന്താ പറയുന്നത്? കം ഓൺ ലെറ്റ് മീ ഷോ യു സംതിങ്. വരൂ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുമാർ രഞ്ജിയെ വിളിച്ചിട്ട് ആ ഷോപ്പിൻ്റെ ഒരു ഇന്നർ റൂമിലേക്ക്, അകത്തുള്ള ഒരു റൂമിലേക്ക് അവനെ നയിക്കുകയാണ് ചെയ്യുന്നത്. അവനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ? ദെൻ പസിൽഡ് എന്ന് വെച്ചാൽ അമ്പരപ്പോടെ. എന്തായിരിക്കും കാണിച്ചു തരാം എന്നുള്ള ഒരു അമ്പരപ്പോടെ രഞ്ജി ഫോളോഡ് മിസ്റ്റർ കുമാർ ത്രൂ ദ കർട്ടൈൻഡ് പാർട്ടീഷൻ അറ്റ് ദ ബാക്ക് ഓഫ് ദി ഷോപ്പ്. അമ്പരപ്പോടെ രഞ്ജി എന്ത് ചെയ്യുന്നു? കുമാറിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ആ കടയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു കർട്ടനിട്ട് വേർതിരിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഹി ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ ബാഡ്ലി ലിറ്റ് റൂം. എന്നിട്ട് അവിടെ എന്താ അവന് കണ്ടേ? ഒരു ബാഡ്ലി ലിറ്റ് ആയിട്ടുള്ള, ലിറ്റ് എന്ന് വെച്ചാൽ പ്രകാശം, വെളിച്ചം എന്നൊക്കെയുള്ള അർത്ഥമാണ്. വെളിച്ചം കുറഞ്ഞിട്ടുള്ള ഒരു റൂം അവിടെ കണ്ടു. സ്റ്റാക്ക്ഡ് ടു ദി സീലിംഗ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഓൾഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് സ്പോർട്ടിംഗ് ഗുഡ്സ്. എന്താ ചെയ്തിരിക്കുന്നത്? ആ റൂമിൻ്റെ സീലിംഗ് വരെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? ഒരുപാട് പഴയതും അതുപോലെ സെക്കൻഡ് ഹാൻഡും ആയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് അല്ലേ? ടോൺ ഫുട്ബോൾ ബ്ലേഡേഴ്സ്. എന്താണുള്ളത്? ഫുട്ബോൾ ബ്ലേഡേഴ്സ് ഉണ്ട് അല്ലേ? അത് ആകെ ടോൺ ആയതില്ലേ, കീറി പറഞ്ഞത്. ദെൻ ബ്രോക്കൺ ബാറ്റ്സ്, പൊട്ടിയിട്ടുള്ള ഒരുപാട് ബാറ്റുകളുണ്ട്. ദെൻ റാക്കറ്റ്സ് വിത്തൗട്ട് സ്ട്രിങ്സ് ഇല്ലാത്ത, ചരടുകളില്ലാത്ത റാക്കറ്റുകൾ അല്ലേ? റാക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ ഷട്ടിലിൻ്റെ ഒക്കെ ബാറ്റില്ലേ, അതിനെയാണ് റാക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ബ്രോക്കൺ ഡാറ്റ്സ് എന്ന് വെച്ചാൽ തകർന്നിട്ടുള്ള ഒരുപാട് ഡാറ്റ്സ് എന്ന് വെച്ചാൽ അമ്പുകൾ അല്ലേ? ദെൻ ടേറ്റേഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്, അതുപോലെ ആകെ കീറി പറഞ്ഞിട്ടുള്ള ബാഡ്മിൻ്റൻ്റെ നെറ്റുകൾ അല്ലേ? ഷട്ടിൽ കളിക്കുന്ന നെറ്റില്ലേ, അതൊക്കെയാണ് അവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ പിക്ചർ താഴെ തന്നിട്ടുണ്ട് അല്ലേ? Then Mr. Kumar began examining a number of old cricket bats. Mr. Kumar ആ പഴയ ക്രിക്കറ്റ് ബാറ്റുകൾക്കിടയിൽ വിശദമായിട്ട് എന്തോ പരിശോധിക്കാനായിട്ട് തുടങ്ങി. And after a few minutes he said, and picked up one of the bats and held it out to Ranji. എന്നിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് അതിൽ നിന്ന് ഒരു ബാറ്റ് എടുത്തിട്ട് രഞ്ജിക്ക് നേരെ നീട്ടാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഇറ്റ് ഹി സെഡ്. ഇതാണത്, അദ്ദേഹം പറഞ്ഞു. ദിസ് ഈസ് ദ ലക്കിയസ്റ്റ് ഓഫ് ഓൾ മൈ ഓൾഡ് ബാറ്റ്സ്. എൻ്റെ പഴയ ബാറ്റുകളിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒന്നാണ് ഇത്, ഏറ്റവും ഭാഗ്യമുള്ള ഒരു ബാറ്റാണ് ഇതെന്ന് രഞ്ജിയോട് പറയാണ്. ദിസ് ഈസ് ദ ബാറ്റ് ഐ മെയ്ഡ് എ സെഞ്ച്വറി വിത്ത്. ഞാൻ സെഞ്ച്വറി നേടിയിട്ടുള്ള ആ ഒരു ബാറ്റാണ് ഇതെന്നും കൂടി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഓൾഡ് ബാറ്റ് ബട്ട് ഇറ്റ് ഹാസിൻ ലോസ്റ്റ് എനി ഓഫ് ഇറ്റ്സ് മാജിക്.
ശരിയാണ്, ഇതൊരു പഴയ ബാറ്റാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു മാജിക്കുള്ള ബാറ്റാണെന്നാണ് പറയുന്നത് അല്ലേ. അതിൻ്റെ ഒരു മാന്ത്രികത ഇപ്പോഴും നഷ്ടമായിട്ടില്ല. അദ്ദേഹത്തിന് സെഞ്ചുറി ഒക്കെ നേടിക്കൊടുത്തിട്ടുള്ള ബാറ്റാണ് അതെന്ന് അവനോട് പറയണം. സെഡ് മിസ്റ്റർ കുമാർ പറഞ്ഞു. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. എന്നിട്ട് അത് എന്ത് ചെയ്തു? രഞ്ജിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ ടേക്ക് ഇറ്റ്, ഇത് എടുത്തോളൂ എന്ന് അവനോട് പറയാണ്. ഐ വിൽ ലെൻഡ് ഇറ്റ് ടു യു ഫോർ ദി റെസ്റ്റ് ഓഫ് ദി ക്രിക്കറ്റ് സീസൺ. ഇനി ബാക്കിയുള്ള ക്രിക്കറ്റ് സീസണ് അവസാനിക്കുന്നത് വരെ ഇത് ഞാൻ നിനക്ക് നിനക്ക് കടായിട്ട് തരാന്ന് പറയാം. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. ഈ ബാറ്റ് കൊണ്ട് നീ ഒരിക്കലും തോൽക്കില്ല. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നീ നന്നായി ശ്രദ്ധിക്കുക എന്ന് അവനോട് പറയാണ്. രഞ്ജി took the bat and gazed at it with awe and delight. രഞ്ജി ആ ബാറ്റ് എടുത്തു. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഗെയ്സ് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് അല്ലേ, ശ്രദ്ധിച്ച് നോക്കുകയാണ്. at it with awe and delight. എന്താണ് ഓവ് എന്ന് വെച്ചാൽ ഭയഭക്തിയോടെയും, അതുപോലെ ഡിലൈറ്റ് എന്ന് വെച്ചാൽ ആനന്ദത്തോടെയും അല്ലേ. അത് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തോടെയും അദ്ദേഹം നൽകിയതിൻ്റെ ആ ഒരു ഭയഭക്തിയോടെയും അവന് എന്ത് ചെയ്യാണ്, അതിലേക്ക് ആ ബാറ്റിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. The magic bat seemed to change Ranji's luck. ആ മാജിക് ബാറ്റ് രഞ്ജിയുടെ ഭാഗ്യം അല്ലെങ്കിൽ രഞ്ജിയുടെ വിജയങ്ങളൊക്കെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങാണ്. The next Saturday, he scored 58 runs and led his school to victory against the rival team. അടുത്ത ശനിയാഴ്ച അവൻ എന്ത് ചെയ്തു? അവരുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാച്ചിൽ എതിർ ടീമിനെതിരെ അവർ 58 റൺസ് നേടിയിട്ട് അവരുടെ സ്കൂള് വിജയിച്ചു അല്ലേ. അവരുടെ സ്കൂളിനെ വിജയിപ്പിക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, റൈവൽ ടീം എന്ന് വെച്ചാൽ എതിരാളി ടീം അല്ലേ, എതിർ ടീം. ഓക്കെ, ഓൺ ഹിസ് വേ ഹോം രഞ്ജി സ്റ്റോപ്ഡ് അറ്റ് മിസ്റ്റർ കുമാർസ് ഷോപ്പ് ടു ഗിവ് ഹിം ദ ഗുഡ് ന്യൂസ്. എന്നിട്ട് ആ മാച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മിസ്റ്റർ കുമാറിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ഗുഡ് ന്യൂസ്, ആ സന്തോഷ വാർത്ത അവിടെ പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വി വൺ, ഹി സെഡ്. എന്നിട്ട് അവൻ പറയാണ്, ഞങ്ങൾ വിജയിച്ചു. ആൻഡ് ഐ മെയ്ഡ് 58. അതുപോലെ തന്നെ ഞാൻ 58 റൺസും നേടിയിട്ടുണ്ട്. മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. ഇതുവരെ ഉള്ളതിൽ എൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്കോറാണ്, അതിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഞാൻ ഇന്ന് നേടിയത്. ഇറ്റ് റിയലി ഈസ് എ ലക്കി ബാറ്റ്. ശരിക്കും ഇതൊരു ലക്കി ബാറ്റ് തന്നെയാണെന്ന് അദ്ദേഹത്തോട് പറയാണ്. I told you, said Mr. Kumar, giving Ranji a warm handshake. രഞ്ജിക്ക് ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തുകൊണ്ട് കുമാർ അവനോട് പറയാണ്, എന്താ? ഐ ടോൾഡ് യു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ദ വിൽ ബി ബിഗ്ഗർ സ്കോർസ് യെറ്റ്. ഇനി ഇതിലും വലിയ സ്കോറുകളൊക്കെ നിനക്ക് നേടാൻ പറ്റുമെന്ന് അവനോട് പറയാം. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻഡ്. പക്ഷേ പിന്നെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചു. After one of the next matches, Ranji had to take one of his teammates, Beam, who was injured during the match, to the hospital. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ചിന് ശേഷം രഞ്ജിക്ക് അവൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള ബീമിനെയും കൊണ്ട്, ബീമിന് എന്താണ് മാച്ചിനിടയിൽ പരിക്ക് പറ്റിയിട്ടുള്ള ഒരാളായിരുന്നു ബീം. അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇൻ ഹിസ് ആങ്സൈറ്റി അബൌട്ട് ബീം ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദി ബസ്. ബീമിനെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ അവൻ എന്ത് പറ്റി? അവന് ബസ്സിൽ വെച്ചിട്ട് രഞ്ജി അവൻ്റെ ബാറ്റ് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഹി റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം. വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷമാണ് അവൻ ഈ ബാറ്റിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെ ഉണ്ടായത്. ഹി കുഡിൻറ്റ് റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ട്രാവൽഡ് ഇൻ. പക്ഷെ അവൻ ഏത് ബസ്സിലാണ് യാത്ര ചെയ്തതെന്ന് അവന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദി മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്. അങ്ങനെ അവൻ്റെ മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടു. Next day, he was at Mr. Kumar's shop, looking very sorry for himself. What is the matter? asked Mr. Kumar. അടുത്ത ദിവസം അവൻ എന്ത് ചെയ്തു? മിസ്റ്റർ കുമാറിൻ്റെ ഷോപ്പിലേക്ക് പോയില്ലേ. അവനെ കാണുമ്പോൾ ആകെ ദുഃഖിതനായിട്ടാണ് ഉണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ മാറ്റർ? ആസ്ക്ഡ് മിസ്റ്റർ കുമാർ. മിസ്റ്റർ കുമാർ അവനോട് ചോദിച്ചു, എന്താണ് കാര്യം? നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് ലോസ്റ്റ് ദി ബാറ്റ്, സെഡ് രഞ്ജി. യുവർ ലക്കി ബാറ്റ്. എനിക്ക് ആ ബാറ്റ് നഷ്ടപ്പെട്ടു
രഞ്ജി പറയാണല്ലേ, യുവർ ലക്കി ബാറ്റ്, നിങ്ങളുടെ ആ ഭാഗ്യ ബാറ്റ് അതെനിക്ക് നഷ്ടമായെന്ന് പറയാണ്. ദി വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്, ആ റൺസുകളെല്ലാം ഞാൻ നേടിയെടുത്ത ആ ഒരു ബാറ്റ്. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദി ബസ്, ഞാൻ ബസ്സിൽ വെച്ച് മറന്നുപോയി. ആൻഡ് ദി ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് വെച്ചാൽ എന്താ, മറ്റന്നാൾ അല്ലേ. മറ്റന്നാൾ ഞങ്ങൾ ഡൽഹി സ്കൂളുമായിട്ട് കളിക്കുന്നുണ്ട്. വിത്തൗട്ട് യുവർ ബാറ്റ് ഐ വിൽ ബി ഔട്ട് ഫോർ എ ഡക്ക്, നിങ്ങളുടെ ബാറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഡെക്കായി ഔട്ടാകുമെന്ന് അവന് പറയാം അല്ലേ. ഡെക്കാവെന്ന് വെച്ചാൽ എന്താ, സ്കോർ ഒന്നും കിട്ടാതെ ഞാൻ പുറത്താകുമെന്ന് അദ്ദേഹത്തോട് പറയാണ്. ആൻഡ് വി വിൽ ലോസ് അവർ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്, അതുപോലെ സ്കൂൾ ചാമ്പ്യൻസ് ആകാനുള്ള ഒരു ചാൻസും കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ എന്താണ് രഞ്ജി അദ്ദേഹത്തോട് പറയാണ് അല്ലേ. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് എ ലിറ്റിൽ ആങ്ഷ്യസ് അറ്റ് ഫസ്റ്റ്, ദെൻ ഹി സ്മൈൽഡ് ആൻഡ് സെഡ് യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദി റൺസ് യു വാണ്ട്. മിസ്റ്റർ കുമാർ ആദ്യം അവനെ ഇത്തിരി ആകാംക്ഷയോടെ ഇങ്ങനെ ഉത്കണ്ഠയോടെ നോക്കുകയാണ് അല്ലേ. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവനോട് പറയാണ്, നിനക്കിപ്പോഴും എത്ര റൺസ് വേണമെങ്കിലും നേടാമെന്ന് അദ്ദേഹം പറയാണ്. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദി ബാറ്റ് എനി മോർ സെഡ് രഞ്ജി. എന്താണ്, പക്ഷേ എൻ്റെ കയ്യിൽ ആ ബാറ്റ് ഇല്ലല്ലോ എന്ന് രഞ്ജി പറയാണ്. എനി ബാറ്റ് വിൽ ഡു, മിസ്റ്റർ കുമാർ റിപ്ലൈഡ്. ഏത് ബാറ്റ് കൊണ്ടും നമുക്ക് നേടാനായിട്ട് പറ്റും, ഏത് ബാറ്റിനും സാധിക്കുമെന്ന് അദ്ദേഹം പറയാണ്. വാട്ട് ഡു യു മീൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് രഞ്ജി അപ്പോൾ ചോദിക്കുക അല്ലേ. ഐ മീൻ ഇറ്റ് ഈസ് ദ ബാറ്റ്സ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്. എന്താ പറയുന്നത്, ബാറ്റല്ല പ്രധാനം, എന്താണ്, ബാറ്റ്സ്മാൻ ആണ് പ്രധാനം, ബാറ്റ് ചെയ്യുന്ന ആളാണ് ഇവിടെ പ്രധാനം എന്ന് പറയാണ്. ഷാൾ ഐ ടെൽ യു സംതിങ്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ. ദാറ്റ് ഓൾഡ് ബാറ്റ് ഐ ഗാവ് യു വാസ് നോ ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ബാറ്റ്സ് ഐ ഹാവ് യൂസ്ഡ്. ഞാൻ നിനക്ക് തന്ന ആ പഴയ ബാറ്റ് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ബാറ്റിൽ നിന്ന് ഒരിക്കലും ഡിഫറെൻ്റ് അല്ല അല്ലേ. അതിൽ നിന്നൊന്നും, ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബാറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാറ്റൊന്നും അല്ല ഞാൻ നിനക്ക് തന്നത്. ട്രൂ ഐ മെയ്ഡ് ലോഡ്സ് ഓഫ് റൺസ് വിത്ത് ഇറ്റ്, ശരിയാണ് ഞാൻ അതുകൊണ്ട് ഒരുപാട് റൺസ് ഒക്കെ നേടിയിട്ടുണ്ട്. ബട്ട് ഐ മെയ്ഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു, പക്ഷെ ഞാൻ വേറെ ബാറ്റുകൾ കൊണ്ടും ഒരുപാട് റൺസ് നേടിയിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡഡ് ഓൺ എ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്, ഞാൻ ഒരിക്കലും റൺസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാറ്റിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നില്ല. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദി ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ബാറ്റ്സ്മാന് മാജിക് അറിയാമെങ്കിൽ മാത്രമേ എന്താണ് ബാറ്റിന് മാജിക് ഉണ്ടാവുള്ളൂ എന്ന് പറയാം അല്ലേ. ബാറ്റ്സ്മാന് നന്നായി ബാറ്റ് ചെയ്യാൻ അറിയെങ്കിൽ മാത്രമേ ബാറ്റിന് എന്താണ് മാന്ത്രികത, ബാറ്റിനും അതുപോലെ മാജിക് ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ് നോട്ട് എ ബാറ്റ്. നിനക്ക് ആവശ്യമുള്ളത് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്, അല്ലാതെ ബാറ്റ് അല്ല. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദി ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദി ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. നിനക്ക് നീ ആ ബാറ്റിൽ വിശ്വസിച്ചപ്പോൾ നിനക്ക് നിൻ്റെ ആ കോൺഫിഡൻസ്, ആ ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. വാട്ട് ഈസ് കോൺഫിഡൻസ്, എന്താണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ആസ്ക്ഡ് രഞ്ജി ചോദിക്കുകയാണ്. ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം, അവന് അതൊരു പുതിയൊരു വാക്കായിരുന്നു അല്ലേ. കോൺഫിഡൻസ് സെഡ് മിസ്റ്റർ കുമാർ സ്ലൗലി. കോൺഫിഡൻസ് എന്ന് മിസ്റ്റർ കുമാർ എന്താണ് പതുക്കെ പറയാണ്. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. എന്താണ്, നീ ഗുഡാണെന്ന്, നിന്നെ കൊള്ളാം എന്ന് നീ അറിയുന്നതാണ് എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഞാൻ കൊള്ളാം, എന്നെക്കൊണ്ട് പറ്റുമെന്ന് നീ വിശ്വസിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദി ബാറ്റ്. അപ്പോൾ എനിക്ക് ആ ബാറ്റ് ഇല്ലാതെ നന്നായിട്ടിരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുക അല്ലേ. നന്നായി കളിക്കാനൊക്കെ പറ്റുമോ എന്ന് അവന് ഡൗട്ട് ചോദിക്കുകയാണ്. ദെൻ ഓഫ് കോഴ്സ്, തീർച്ചയായും, യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. നിനക്ക് ഉറപ്പായിട്ടും പറ്റും, നീ എപ്പോഴും ഗുഡാണെന്ന് പറയാണ് അല്ലേ. എന്താണ്, നീ എപ്പോഴും സമർത്ഥനായിരുന്നു. യു ആർ ഗുഡ് നൗ, നീ ഇപ്പോഴും ഗുഡാണ്. യു വിൽ ബി ഗുഡ് ദി ഡേ ആഫ്റ്റർ ടുമോറോ ടു. നീ എന്താണ് മറ്റന്നാളും നീ ഗുഡായിരിക്കും. ഗുഡ് എന്ന് വെച്ചാൽ നല്ല സമർത്ഥനായി കളിക്കുമെന്ന് പറയാണ്. റിമെമ്പർ ദാറ്റ്, അത് ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറയാം അല്ലേ. നീ ഗുഡാണ്, നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ എന്ന് അവനോട് പറയാണ്. ഇഫ് യു റിമെമ്പർ ഇറ്റ്
അത് നീ ഓർക്കുകയാണെങ്കിൽ യു വിൽ മേക്ക് ദ റൺസ്. അത് നീ എന്താണ്, നീ ഗുഡ് ആണെന്ന് നീ എപ്പോഴും ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ നിനക്ക് എന്താണ് നല്ല റൺസ് നേടാനായിട്ട് പറ്റുമെന്ന് അദ്ദേഹം പറയാണ്. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ? എന്തുകൊണ്ട് നിനക്കിതൊന്ന് ട്രൈ ചെയ്തുകൂടാല്ലേ, എന്തുകൊണ്ട് നിനക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്ന് അവനോട് ചോദിക്കുകയാണ് അല്ലേ. ഓൺ സാറ്റർഡേ ദെൻ എന്തായി, സാറ്റർഡേ ആയില്ലേ, ശനിയാഴ്ചയായി. രഞ്ജി വാക്ക് ടു ദ വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബോറോഡ് ഫ്രം ബീം. ഓൺ സാറ്റർഡേ രഞ്ജി വാക്ക് ടു ദ വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബോറോഡ് ഫ്രം ബീം. സാറ്റർഡേ ആയപ്പോൾ രഞ്ജി എന്ത് ചെയ്തു, ബീമിൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ടുള്ള ഒരു ബാറ്റും കൊണ്ട് വിക്കറ്റിലേക്ക് നടന്നു പോയി. വിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ, കളിക്കാനായിട്ട് പോയി എന്നുള്ളൊരർത്ഥമാണ്. വിക്കറ്റ് എന്ന് പറയുമ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ വിക്കറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ദി സ്കൂൾ ടീം ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് വിക്കറ്റ് വിത്ത് ഓൺലി 2 റൺസ് ഓൺ ദി ബോർഡ്. സ്കൂൾ ടീമിന് 2 റൺസ് ബോർഡിലുള്ള ടൈമിൽ തന്നെ എന്താ ഫസ്റ്റ് വിക്കറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ. 2 റൺസ് നേടിയപ്പോത്തിന് അവരുടെ സ്കൂൾ ടീമിലെ ഒരാൾ ഔട്ടായിട്ടുണ്ടായിരുന്നു. രഞ്ജി വെൻറ്റ് ഇൻ അറ്റ് ദി സ്റ്റേജ്. ഈ ടൈമിലാണ് രഞ്ജി എന്താണ് കളിക്കാൻ ഇറങ്ങുന്നത്. The Delhi school's opening bowler was sending down some really fast ones. ഡൽഹി സ്കൂളിൻ്റെ ഓപ്പണിംഗ് ബൗളർ, ആദ്യമായിട്ട് ബൗൾ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ബൗൾസ് ആണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രഞ്ജി ഫേസ്ഡ് അപ് ടു ഹിം. രഞ്ജി എന്ത് ചെയ്തു, അവനെ നേരിട്ടു. ദി ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ്. ഫസ്റ്റ് ബോൾ എന്തായിരുന്നു, നല്ല ഫാസ്റ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ ഓൺ എ ഗുഡ് ലെങ്ത്. പക്ഷേ അത് നല്ല രീതിയിലുള്ള ഒരു ബോൾ ആയിരുന്നില്ല. Quick on his feet, Ranji stepped back and pulled it hard to the long on boundary. രഞ്ജി ബാക്കിലേക്ക് പുറകോട്ട് നീങ്ങിയിട്ട് പെട്ടെന്ന് ശക്തിയായിട്ട് ആ ബോള് അവന് ബൗണ്ടറിയിലേക്ക് അടിക്കുകയാണ് ചെയ്തത്. The ball soared over the heads of the fielders and landed with a crash in a crate full of cold drink bottles. ആ ബോള് ഫീൽഡർമാരുടെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ ഉയർന്നിട്ട് അത് പോയി വീണത് എവിടെയായിരുന്നു, ഒരു കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ് ഇല്ല, തണുത്ത എന്തൊക്കെ പാനീയങ്ങളുടെ ബോട്ടിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വുഡിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ക്രേറ്റ് എന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അതിനെ തകർത്തുകൊണ്ട് അതിന്മേൽക്കാണ് പോയി വീണിട്ടുണ്ടായിരുന്നത്. യെസ് 6. Everyone stood up and cheered. 6, ഒരു 6 എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചിയേർഡ് എന്ന് വെച്ചാൽ എന്താ, അവരുടെ സന്തോഷം, അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് രഞ്ജീസ് വണ്ടർഫുൾ ഇന്നിങ്സ്. രഞ്ജിയുടെ വണ്ടർഫുൾ ആയിട്ടുള്ള വിസ്മയിപ്പിക്കുന്ന ഇന്നിങ്സ് എന്ന് വെച്ചാൽ ആ ബാറ്റിങ്ങിൻ്റെ അല്ലേ, ബാറ്റിങ്ങിൻ്റെ ടൈമിനെയാണ് നമ്മൾ ഇന്നിങ്സ് എന്ന് പറയുന്നത്. ബാറ്റിങ്ങിൻ്റെ എന്തായിരുന്നു, തുടക്കമായിരുന്നു അത്. ദി മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ. മാച്ച്, ആ മത്സരം എങ്ങനെയാ, സമനിലയിലാണ് അവസാനിച്ചത് അല്ലേ. ബട്ട് രഞ്ജി 75 വാസ് ദ ടോക്ക് ഓഫ് ദി സ്കൂൾ. പക്ഷേ രഞ്ജി നേടിയിട്ടുള്ള 75 റൺസ് എന്ന് പറയുന്നത് സ്കൂളിലെ ഒരു സംസാര വിഷയമായിട്ടുണ്ടായിരുന്നു. ഓൺ ഹിസ് വേ ഹോം, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഹി ബോട്ട് എ ഡസൺ ലഡൂസ്. അവനൊരു ഡസൺ ലഡു വാങ്ങിയില്ലേ. 6 ഫോർ ഹിസ് നൈബർ കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. 6 എണ്ണം അവൻ്റെ അയൽവാസി കോക്കിക്ക് വേണ്ടിയിട്ടും അതുപോലെ 6 എണ്ണം മിസ്റ്റർ കുമാറിനും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റോറി. ഇതാരാ എഴുതിയിട്ടില്ലേ നോക്കാം. ഓദറിൻ്റെ പേരെന്താണ്, റസ്കിൻ ബോണ്ടാണ് അല്ലേ. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. ഈസ് എ ഫേമസ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ഹു വാസ് പബ്ലിഷ്ഡ് എ നമ്പർ ഓഫ് നോവൽസ് ആൻഡ് കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, മോസ്റ്റ് ഓഫ് ദം ഫോർ ചിൽഡ്രൻ. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം ഒരുപാട് നോവൽസും അതുപോലെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിലധികവും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഹി ഹാസ് ബീൻ ഹണേർഡ് വിത്ത് പത്മശ്രീ ആൻഡ് പത്മഭൂഷൺ അവാർഡ്സ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ലിറ്ററേച്ചർ. സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് അദ്ദേഹത്തെ പത്മശ്രീയും അതുപോലെ പത്മഭൂഷൺ അവാർഡും നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്.